സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗായ്സ്, നമ്മളൊരു BR മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബീന സെർവറിലല്ല, നമ്മൾ ഇന്ത്യൻ സെർവറിലാണ് നമ്മൾ BR റാങ്ക്ഡ് മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സെർവറിലായതുകൊണ്ട് നമ്മൾ കുറേ കാലങ്ങളായി കളിച്ചിട്ട് ആദ്യമായിട്ടുള്ളൊരു കളി കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഒരു ഗോൾഡിലുള്ള ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ബോട്ട് പ്ലേയേഴ്സോ അല്ലെങ്കിൽ ന്യൂ പ്ലേയേഴ്സോ വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും മാച്ചും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റിന് ഒരു P90 അതുപോലെ തന്നെ ഒരു M10 കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഭാഗത്തോട്ടെത്തിയ സമയത്താണ് ഒരുത്തരാണ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ടായിരുന്നത്. അവൻ നൈസറിൻ്റെ M10 കാര്യങ്ങളൊക്കെ വെച്ച് കുത്തിപ്പിടിച്ച് അവനെ അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. അപ്പം നൈസറിൻ്റെ P90 വെച്ച് അവനെ തീർത്ത് ഒരു കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിനിഷിലാണ്. നമ്മൾ ഫസ്റ്റത്തെ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സെർവറിലാണോ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പീക്കിൻ്റെ ഉള്ളിലെത്തിന്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു ബോട്ടാണ് തോന്നുന്നത്. അവനെങ്ങനെ ഇവിടെ വെച്ച് കുത്തിപ്പിടിച്ച് അവനും തീർത്തിട്ടുണ്ട്. വൺ ടേ പഠിക്കാൻ നോക്കി, ബട്ട് എന്തായാലും കൊണ്ടില്ല. എന്തായാലും നൈസറിൻ്റെ നോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഈപ്പിയും കാര്യങ്ങളൊക്കെ കയറ്റിയും കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നേരത്തെ തന്നെ വീണ്ടും എനിമിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവൻ്റെ പാർട്ണറാണ് തോന്നുന്നു. അപ്പോൾ അവനെ എങ്ങനെ പാടെ ചാടി അടിക്കാൻ നോക്കി ശേഷം അവനും ചത്തില്ല കൈസ്. അപ്പോൾ അവനാണ് ഇങ്ങനെയൊക്കെ പാടെ കഴിച്ചിലാവുന്നുണ്ട്. ഫുള്ള് ബോട്ട് പ്ലേയേഴ്സാണ്, എന്താണെന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ ഫുൾ അധികം ബോട്ട് പ്ലേയേഴ്സാണ് വരാറ് ബീന സെർവറും ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ എനിമി ഉണ്ടായിരുന്നു. അവനെ നൈസറിൻ്റെ നോക്കും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ നേരത്തെ അടിച്ചവനാണെങ്കിൽ ഫുള്ള് ഓടി കഴിച്ചിലാവണം കേസ്. നമ്മുടെ കയ്യിൽ നിന്ന് അവന് എങ്ങനെ എപ്പാടെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കാണെങ്കിൽ പോണ വഴിക്കാണെങ്കിൽ ഒരു അപ്ഗ്രേഡ് ചിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുന്ന ഒരു പ്ലെയറാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ അടിച്ച് അവനെ നൈസായിട്ടാണ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 3 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എനിമി കൂടെ ഉണ്ടായിരുന്നു. 4 കില്ല് ആരോ നൈസായിട്ട് കുമ്മിയിട്ടുണ്ട്, അല്ലെങ്കിൽ 4 കില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തുന്ന സമയത്തിന് ഒരു പ്ലെയർ ആണെങ്കിൽ നമ്മുടെ കില്ല് നൈസായിട്ട് അവൻ കുമ്മിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇട്ട എനിമി അവൻ നോക്കുന്ന പ്ലെയറിനെ നമ്മൾ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ ടോട്ടൽ ഇപ്പോൾ നമുക്ക് 6 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളിയിൽ എത്ര കില്ലെടുക്കില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ നോക്കുക നമ്മൾ ബാക്കിൽ നിന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഒരുത്തൻ നൈസായിട്ട് അവനെ സ്പോട്ട് ചെയ്ത് ഒരു ഹെഡും കാര്യം കൊടുത്ത് പിന്നെ ഒരു ബോഡി ഷോട്ട് അടിച്ചപ്പോൾ നൈസായിട്ട് അവന് നോക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നേരം കൂടി നിങ്ങൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമ്മളാണ് നേരെ RSNLൻ്റെ ഒരു ഭാഗത്തോടെ എത്തിയ സമയത്താണ് ഇവിടെ ആയിട്ടൊരു ബോട്ടാണോ അതോ പ്ലെയർ ആണെന്ന് അറിയത്തില്ല, റേഞ്ച് പോയതാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവനാണ് അവിടെ നിൽക്കുന്നുണ്ട്. അവന് ഹെഡും കാര്യങ്ങളും അവന് നൈസായിട്ട് നോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കില്ലും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ RSNLൻ്റെ അവിടെ നിന്ന് അവൻ്റെ ലൂട്ട് ബോക്സ് പോയിട്ട് കുറച്ച് ലൂട്ടും കാര്യങ്ങളും എടുത്ത് അവിടുന്ന് നമ്മളൊരു M4 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ M4 ഒക്കെ ഫുള്ള് മാക്സ് ആക്കി, M10 ഫുള്ള് മാക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തെ സമയത്ത് പിക്കിൻ്റെ ഒരു ഭാഗത്തെ സമയത്ത് ഇവിടെ ആയിട്ടൊരു എനിമി നടക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഒരു എനിമിനെ സ്പോട്ടിൽ പെട്ടെന്ന് അവനെ നോക്കിട്ടു. അവൻ്റെ പാർട്ണറാണോ എന്ന് അറിയത്തില്ല, തൊട്ടപ്പുറത്തെ ഉണ്ടായിരുന്നു. അവനെ കാണുന്നില്ല, ബട്ട് നമ്മൾ നേരത്തെ നോക്കി പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മേലായിട്ടൊരു എനിമി അവനെ പെട്ടെന്ന് ഹെഡും കാര്യങ്ങൾ അവനെ നൈസായിട്ട് അങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്താണ് വീണ്ടും എനിമി ഉണ്ടായിരുന്നു. നേരത്തെ കണ്ടവനാണ് വീണ്ടും ഇനി നമ്മൾ അടുത്തുകൂടെ ഓടുന്നുണ്ട്. ഫുള്ള് ബോട്ട് പ്ലേയേഴ്സാണ്. ഗോൾഡിലായതുകൊണ്ടാണോ അതോ എൻ്റെ ലോബിയിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഇപ്പോൾ നമുക്ക് 12 കില്ലും കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 13 കില്ല് കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളിയിൽ എത്ര കില്ലെടുക്കില്ലെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാത്തപ്പോൾ വീഡിയോ ഇടുന്ന ലൈക്ക് അടിച്ചാൽ ഇവിടുന്ന് നേരെ ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നോക്കാനായിട്ട് പ്ലെയറാണ്, മീൻസ് ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. വീണ്ടും എനിമിയെ നമ്മൾ അടുത്തോട്ട് കയറി വരുന്നത്. അവനെ നൈസായിട്ട് ഹെഡും കാര്യങ്ങൾ അവനെ നോക്കും കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 15 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ അടുത്ത എനിമിയുടെ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അവിടേക്ക് ഫൈറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. നൈസായിട്ട് അവനെ നല്ല രീതിക്ക് കുത്തിപ്പിടിച്ച് അവനെ നൈസായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണ് അതിന് ചാടി വണ്ടി പോകുന്നുണ്ട്. അവനെ കുത്തിപ്പിടിച്ച് തീർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഇങ്ങനെ ഇവിടെ കവറിലോട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നൈസായിട്ട് നമ്മൾ അവൻ്റെ അടുത്തോട്ട് പോയിട്ട് തീർക്കുക എന്നൊക്കെ ഒരു മൈൻഡിലാണ്. അപ്പോൾ നേരെ നമ്മൾ അവൻ്റെ അടുത്തോട്ട് പോയ സമയത്ത് തന്നെ അവൻ അവിടെ നിന്ന് കവർ എടുത്ത് മെഡിക്കറ്റ് അടിക്കാൻ തോന്നുന്നു. പെട്ടെന്ന് അവന് നോക്കും കാര്യങ്ങൾ മീൻസ് അത് വൈപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് സോൺ വന്ന സമയത്ത് നമ്മൾ സോണിലോട്ടാണെങ്കിൽ ഓടി കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ സോണിലോട്ട് ഇപ്പോൾ ടോട്ടൽ 17 കില്ലും 15 പേര് അലൈവ് ഉണ്ട്. അപ്പോൾ നോക്ക് നമ്മൾ ഫ്രണ്ടിലായിട്ട് വീണ്ടും ഒരു ബോട്ട് അവന് ഫുള്ള് ഹെഡും കാര്യങ്ങൾ വെച്ച് അവനെ നൈസായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ കുമ്മനം പോകാതിരിക്കാൻ വേണ്ടി ആ കില്ല് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണ് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് വന്നത്. അവന് നൈസായിട്ട് M4 കാര്യങ്ങളും വെച്ച് അവന് നൈസായിട്ട് തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത് കളിക്കുന്ന 2 ഗണ്ണാണ് M4 M10, അല്ലെങ്കിൽ നമ്മൾ XM8 ആണ് എടുക്കാറ്. അപ്പോൾ നോക്കണേ ബാക്കിൽ നിന്നിട്ട് നമുക്ക് അടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കണ ഒരു പ്ലെയർ കാണുന്നില്ല. പിന്നെ അവനാണെങ്കിൽ ഒരു മരത്തിൻ്റെ കവർ എന്നിട്ട് അടിക്കുന്നത്. അവന് ഹെഡും കാര്യങ്ങളും കൊണ്ടില്ല, പക്ഷേ ബോഡി ഷോട്ട് അടിച്ച് അവന്
അവനെ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഗൺ ഏതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. പറഞ്ഞിരിക്കുന്ന നേരത്തെ ഇവിടെ ഫുൾ എനിമിയാണ്, മീൻസ് ഫുള്ള് ബോട്ട് പ്ലേയേഴ്സാണ്. അവനെ എങ്ങനെപ്പാട് M10 കാര്യങ്ങൾ വെച്ച് വൺ ടൈപ്പ് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ കൊള്ളുന്നില്ല, എം ലോക്ക് ആവുന്നില്ല. പിന്നെ അവനെ കുത്തിപ്പിടിച്ച് അവനെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഗൺ ഏത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഇപ്പോൾ 11 പേര് ടോട്ടൽ അലൈവാണ്, 21 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എത്ര കില്ലെടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തുന്ന സമയത്ത് തന്നെ അവന്മാരാണെങ്കിൽ സോണിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നില്ല. അവന്മാരടിച്ച് നൈസായിട്ട് 2-3 നോക്കും കാര്യങ്ങളൊക്കെ എടുത്തു. തൊട്ടപ്പുറത്താണ് അവൻ്റെ ഫ്രണ്ടാണോന്ന് അറിയത്തില്ല, അതിനെ ഓടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഫ്രണ്ടിനും തീർത്ത് ഇപ്പോൾ ടോട്ടൽ 24 കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഒരു എനിമി വരുന്നു, അവനെയും തീർത്തിട്ടുണ്ട്. ഇപ്പോൾ 4 പേര് ലൈവാണ്. അപ്പോൾ നോക്കണേ വീണ്ടും ഒരു എനിമി നമ്മൾ സ്പോട്ട് ചെയ്തു. അവർ നേരത്തേക്ക് ഡാമേജും കാര്യം കൊടുത്തു, പെട്ടെന്ന് 4 കില്ലും എടുത്തു. പിന്നെ താഴ്ന്നതായിട്ട് അടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലെയർ ലാസ്റ്റ് പ്ലെയറാണെന്ന് വിചാരിച്ചതല്ല, വേറെ പ്ലെയറും പാടുണ്ട്, ഇനി ഒറ്റ എനിമിയും പാടേ ഉള്ളൂ അലൈവ്. 2 പേര് അലൈവ് ഉണ്ട്, ഒന്ന് ഞാനും അതുപോലെ തന്നെ വേറെ പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അതൊരു ബോട്ട് പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയർക്ക് ബോയ കൊടുത്താലോ എന്നൊക്കെ ഉണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനനുസരിച്ച് നീങ്ങാം. അങ്ങനെ ഞാനാണെങ്കിൽ അവനെ ബോയ കൊടുക്കാൻ നിങ്ങളുടെ ലെവലിലെത്തി. അപ്പോൾ അവൻ്റെ മുന്നിൽ കൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവനെ ചുമ്മാ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു പ്ലെയറിനെ നൈസ് തന്നെ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കവർ എടുത്ത് ലാസ്റ്റ് അവനെ ഗ്രാനേഡ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊല്ലാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയറാണ് എങ്ങനെപ്പാടെ കഴിച്ചിലാവുന്നുണ്ട്, മീൻസ് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെപ്പാടെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ ആ ഒരു പ്ലെയർ അടുത്തോടുകൂടി ഒരു വൺ ടൈപ്പ് അടിക്കാൻ വേണ്ടി കറക്റ്റ് ടൈം ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു. ബട്ട് ബോഡി ഷോട്ടിലോട്ട് തന്നെ കൊണ്ടു. പിന്നെ ആ ഒരു പ്ലെയറെ തലയ്ക്ക് കറക്റ്റായിട്ട് ഞാൻ വെക്കുന്നുണ്ട്, എന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ച് കറക്റ്റ് എൻ്റെ ഹെഡിലോട്ട് എയിമും കാര്യങ്ങളൊക്കെ വെച്ച് നൈസായിട്ട് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണ് ഗൈസ് ബോഡി ഷോട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും അവൻ പടായി. അങ്ങനെ നമ്മളൊരു കളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡ് 3 നിൽക്കുന്നത്, നമുക്ക് അത്യാവശ്യം പ്ലസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.